ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. നമ്മൾ അങ്ങനെ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് അച്ഛൻ്റെ പെങ്ങൾ അമ്മിണിയമ്മായി. ഞങ്ങൾ അമ്മായിൻ്റെ അടുത്ത് കഥ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ബാക്കിലുള്ളത് അളിയനും അളിയൻ്റെ മോനും മാർക്കോസും ആണ്. സമയം ഇപ്പോൾ ഉച്ചയായിട്ട് നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണേ. ഭയങ്കര ചൂടും ഭയങ്കര വെയിലുമാണ്.
ഇവരെ വീടാണ് ഇട്ടത്. അളിയൻ്റെയും പെങ്ങളെയൊക്കെ ഇവര് ഇവിടെ താമസമില്ലേ, ഇപ്പോൾ മൂന്നാറിലാണ് താമസം. അതുകൊണ്ട് ഇപ്പം ഞങ്ങളിവിടെ വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. ഇടയ്ക്ക് അടിച്ചു വാരിയിട്ട് പോകും. ഇവർ മൂന്നാറിലേക്ക് താമസം മാറിയതുകൊണ്ട് ഈ ഒരു വീട് വിൽക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീട് വാങ്ങുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് പൊളിച്ചിട്ട് പുതിയ വീടുണ്ടാക്കണേ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവർ അടിയിൽ കമൻറ്റ് ചെയ്യട്ടോ. നമ്മളിപ്പം കാണുന്നത് വീടിൻ്റെ അടുക്കള ഭാഗമാണ്. നല്ല റബ്ബർ തോട്ടമൊക്കെ ആയിട്ട് അതിൻ്റെ അടുത്തായിട്ട് നല്ല പാലക്കാടൻ നെൽപ്പാടങ്ങൾ ആണ്. വാഹന സൗകര്യം ഉണ്ട്. നമ്മളകത്ത് കയറി അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. അതൊക്കെ തീർത്തിട്ട് വരാം. പൊടിക്കുകയാണ് ഈ വീട്ടുകാരെ മാങ്ങ. ഇവിടെ നിറയെ പുളിയുണ്ട് കേട്ടോ. ഈ ഒരു കൊലയിൽ തന്നെ എത്രയാ മാങ്ങ ഇതുണ്ടോ? ഒറ്റ കൊലയില് ഒറ്റ ഇത് പറിച്ചാ ഒറ്റ തവണ മാങ്ങ ഉണ്ടാണ്ടിരിക്കടാ. പൊട്ടപ്പട്ടി ചുമേന്റെ മരുന്ന് വേണമെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞ് വാങ്ങി കുടിക്കും. എന്ന് ചുമക്കാണ്ടിരിക്കും. തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അമ്മായി അവരോട് കഥ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോ ഓട്ടോ കിട്ടിയില്ല. നമ്മളിങ്ങനെ നടന്നു വരുമ്പോ കണ്ട വ്യൂ ഉണ്ടോ? എന്താ വ്യൂ! ഞങ്ങള് വീട്ടിക്ക് ഞങ്ങളെ വീട് തേവർമണി. ഞങ്ങളെ ഇവിടുത്തെ വീട്ടിലേക്ക് 2 വീട്, ഒന്ന് ഇവിടെ ഒന്ന് ആൾക്കാർ ഓടിക്കുന്നു. ഒരു കുഞ്ഞാവ ഈ അമ്മൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. നമ്മള് റോഡുമേലെ എത്തിയിട്ട് മെയിൻ റോഡുമേലെ ചെമ്മന്തോട് നെന്മാറ. അത് അവിടെ ദൂരെ ഒരു മയിലുണ്ട്, പൊട്ടുപോലെ കാണുന്നുണ്ടോ? ചടാരി കുട്ടി കുട്ടി ഒക്കെ ടെറസ് വീട് പാറയാ. എന്ത് രസമല്ലേ വൈകുന്നേരമൊക്കെ ഇവിടെ ഇരിക്കാൻ. പക്ഷെ പകല് പൊള്ളിയിട്ട് വയ്യ. ആ അമ്മയും കുട്ടികളും. ആ അങ്ങനെ പറയാൻ പാടില്ല. മയില് ദേശീയ പക്ഷിയാണ് നമ്മുടെ നാടിന്റെ. വേഴാമ്പൽ പറന്നാണ്ടോ? ഒരു വേഴാമ്പൽ പറന്നു പോയി. ഇതാരുടെ റിമോട്ട് കാറ് പോണ്? ഓ ഇവിടെ കാണാം. പിന്നെ മയില് പറക്കാതെ ഇത് കാട്ടിന്റെ ഉള്ളിൽ കൂടി അവര് വരുന്ന കണ്ടോ? ഈ കമ്പുകൾ കിടക്കുന്നു. മയിൽപ്പീലിയാ. അവിടെ നോക്ക് ആ ചക്കമരമില്ലേ, അതിന്റെ അവിടെ ഒരു മയിൽപ്പീലി കണ്ടോ? നീ കണ്ടോ? ആ മയിൽപ്പീലിയാണെന്ന് തോന്നുന്നല്ലേ? അവിടെ ഉണ്ട്. നീ നോക്ക് നന്നായി. മാർക്കോസ് എങ്ങോട്ട് വാ. ആ നായ അങ്ങ് ഓടി വന്നാലുണ്ടല്ലോ. വണ്ടി വരുന്നുണ്ട്, സൈഡിൽ നിന്നോ. ഞാൻ കണ്ടില്ല നായിനെ. ആ ഇവര് പോകുമ്പോ നല്ല സ്പ്രേന്റെ മണം വണ്ടിക്കാര്. ഇതാ നല്ല ഓല നോക്കിയേട്ടാ. നല്ല വൃത്തിയുള്ള ഓല, നല്ല ഡിസൈനായിട്ട്. അമ്മാ നിബിഡ വനമാണ് കൈസ്, നിബിഡ വനം.
എന്ത് എന്റെ കയ്യിൽ ഇതാ ഇതിരിക്ക് ആടിത് നല്ലൊരു രസമുണ്ടല്ലേ കാട്ടിന്റെ ഉള്ളിൽ കൂടി. ആ ഞങ്ങള് നെല്ലിയാമ്പതി. ആ ചമ്മി പോയി. അങ്ങനെയല്ല, പക്ഷെ ഈ നാട്ടിൻ പുറത്ത് ഇതുപോലെ ഒരു കാട് പറയുമ്പോ ഒരു അത്ഭുതം തന്നെയല്ലേ. നെല്ലിയാമ്പതി കാടുണ്ട്, ശരി തന്നെ. നെല്ലിയാമ്പതിയോ? ഇവിടെ ഞങ്ങൾ തേവർമണി. ആ ഇവിടെയുണ്ട് വീട് ബാക്കില്. നമ്മളിപ്പോ വരുന്ന വഴിയില്ലേ അവിടെ കൊല്ലംകാട് ഇല്ലേ അമ്മായി? കൊല്ലംകാട്. അത് തന്നെ. ഇല്ലല്ല, ഞങ്ങളൊന്ന് വന്നു നോക്കിയതാ. ഇവരാണ് എന്നെ ചമ്മിച്ചത്. മയില് കണ്ടോ, ഒരു ലക്ഷണമൊത്തൊരു മയില്. പോണം. ആങ്ങളെ പേരെന്താ ചോദിച്ചിട്ട് ജിനീഷാണ്. എന്റെ മയില് ഇവർ തമ്മിൽ എന്താ ചെയ്യുന്ന നോക്കതാ, മത്സരം നോക്കിക്കേട്ടോ. അടാറ് ഫൈറ്റ് നടക്കും തോന്നുന്നുണ്ട്. അതെയോ, എന്താക്കാണ്? ഒന്ന് പീലി വിടർത്തി തരുമോ മക്കളെ? ഒറ്റ തവണ മതി വിടർത്തിയാ മോനെ. അടാറ് വ്യൂ ആണ്. നല്ല മഴക്കാറുണ്ട്. ശരി, നമ്മൾ പോവുക. ഇരുട്ട് വീഴുന്നു. തോപ്പിട്ട ആ സൈഡിൽ കൂടി നല്ല പാലക്കാടൻ ഇളം കാറ്റും. വൈകുന്നേരമായപ്പോഴുള്ളൊരു ആംബിയൻസ് കണ്ട് ഗൈസ്. ചെറുതായി തണുപ്പൊക്കെ ഉണ്ട്. ആ ചൂടൊക്കെ പോയി, നല്ല ഭംഗിയായി. നമ്മളിതാ വീട്ടിലെത്തിട്ടോ. വീട്ടിലേക്ക് കേറുകയാണ്. വീടെത്തി ഗൈസ്. നമ്മളെല്ലാരും ഇങ്ങനെ വെറുതെ ഇരിക്കാട്ടോ ഗൈസ്. നമുക്ക് ആദ്യമൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നു. മാർക്കോസ് എന്തോ പറയുന്നുണ്ട് കാര്യമായിട്ട്. എന്താ പറയുന്നേ? എന്താ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മൊബൈൽ ആരും ഉപയോഗിക്കില്ല, എല്ലാവരും കഥ പറഞ്ഞിട്ട് അല്ലേ? ശ്രദ്ധിച്ചില്ലെങ്കില് സാധാരണ നമ്മളൊരു വീട്ടിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും മൊബൈലായിരിക്കും. പക്ഷെ ഇവിടെ ആരും മൊബൈൽ എടുത്തിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്ത് ഓരോ കഥകൾ പറഞ്ഞിരുന്നേ. മാർക്കോസ് ഇത് അവിടുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു. എന്താ മാർക്കോസേ? പോയി ഓടിക്കളഞ്ഞു. സമയം ഇപ്പം രാത്രി ഒരു 10 മണിയൊക്കെ ആവാനായിട്ടോ. അപ്പം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഋത്തിക്ക് ഇവിടെ കിടന്നിട്ട് ക്രിക്കറ്റ് കാണുകയാണ്. ബീഫും ചോറും പപ്പടവും രസവും മാങ്ങാച്ചാറും മാങ്ങ ഉപ്പിലിട്ടതും ബിരിയാണിയും അങ്ങനെ എല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇനി ഇവരെ കഴിക്കാനുള്ളൂ. ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ദിവസമായിരുന്നു കേട്ടോ. അന്ന് വളരെ സ്പെഷ്യലായി തോന്നി. നാളെ ഞങ്ങൾ കോഴിക്കോടേക്ക് പോകും. അളിയനും പെങ്ങളും മൂന്നാറിലേക്കും പോവുകയാണ്. അപ്പോൾ ഇവിടെ അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.